ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ശ്ലീഹാ നോമ്പിൻ്റെ 7-ാം ദിവസം. പെന്തക്കോസ്തിന് ശേഷമുള്ള 2-ാം ആഴ്ചയായി നാം ആചരിക്കുന്നു. ഇന്നത്തെ വചനധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. ഈ തിരുവചനത്തിൽ നിന്നും എടുത്തിരിക്കുന്ന കുറിവാക്യം 45-ാം വാക്യം. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. നമുക്കേവർക്കും അറിയാം, നാവിന് എത്ര മനോഹരമായിട്ടും എത്ര ഹാനികരമായിട്ടും പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന്. വചനം പറയുന്നു, ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നതെന്ന്. എന്തിനാലാണ് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കേണ്ടത് എന്ന് നമുക്കിന്ന് ചിന്തിക്കാം. നമ്മുടെ നാവിന് 2 കഴിവുകളുണ്ട്. അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരായുധമായും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു സാന്ത്വനമായും ഉപയോഗിക്കാം. ഒരായുധമായി ഉപയോഗിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ എങ്ങനെയെല്ലാം മുറിവേൽപ്പിക്കുന്നു എന്ന് നാം ചിന്തിക്കുന്നില്ല. നാം നമ്മുടെ കുറവുകളും തെറ്റുകളും ഓർക്കാതെയാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതും. പക്ഷേ അവർക്ക് അത് എക്കാലത്തേക്കും മായാത്ത ഒരു വേദനയായിരിക്കും. എന്നാൽ നാം നമ്മുടെ ഹൃദയങ്ങളെ ദൈവവചനത്താലും ദൈവിക ഫലങ്ങളാലും നിറയ്ക്കുമ്പോൾ നമ്മുടെ അധരങ്ങളിൽ നിന്നും വരുന്നത് മറ്റുള്ളവർക്ക് ഒരു സാന്ത്വനമായിട്ടും മുറിവുണക്കുന്ന ഔഷധമായും മാറുന്നു. അതിനാൽ നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് നല്ല വാക്കുകളാകണമെങ്കിൽ എപ്പോഴും നമ്മുടെ ഹൃദയത്തെ ആത്മീയ ഫലങ്ങളാലും ദൈവവചനത്താലും നിറയ്ക്കുക. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ വചനത്താൽ നിറയ്ക്കുവാനും അതിനാൽ ഞങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന നല്ല വാക്കുകൾ മറ്റുള്ളവർക്ക് സ്നേഹ സാന്ത്വനങ്ങളായി മാറുവാനും സഹായിക്കണമേ. ആമേൻ.